മാറ്റമാണ്. പോലീസുകാരൻ ഒറ്റൊരുത്തൻ ഇവനൊന്നും പെൻഷൻ ഏതായാലും മേടിക്കില്ല. കാരണം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഞങ്ങളുടെ ഭാഗികമായ വിജയമാണ്. പൂർണ്ണ വിജയം എന്ന് പറഞ്ഞാൽ ഇവൻ ആ സർവീസിൽ നിന്ന് പുറത്തു പോകും. ഇപ്പൊ നിങ്ങൾ സമരം നടത്തുന്നുണ്ട്, പക്ഷേ ഓർത്തു നോക്കൂ, ഞങ്ങൾക്ക് അക്രമ സമരമായിരുന്നെങ്കിൽ ഹാഷ്മി ഞങ്ങൾ ഈ നിയമ പോരാട്ടം നയിക്കോ? അല്ല, ഞങ്ങൾ നിയമ പോരാട്ടം നയിക്കോ? അല്ല, അക്രമ സമരമല്ല, സമരങ്ങൾ ഉണ്ടാവണം. അക്രമ സമരങ്ങൾ ഒരു പരിഹാരം. ഇപ്പൊ നിങ്ങൾ സമരം നടന്നു, ശരിയാണ്. പക്ഷേ ഈ സിനിമ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഭരിക്കുന്നത് നിങ്ങളാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഡിവൈഎഫ്ഐയുടെ ഒരു ഏരിയ സെക്രട്ടറിക്കാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ആലോചിച്ച് നോക്കൂ. തെരുവുകളിൽ നിന്ന് കത്തില്ലേ ഈ രാത്രി തെരുവുകളിൽ പന്തം നിറയില്ലേ ഞാൻ ഹാഷ്മി ഇന്ന് രാത്രി നിങ്ങൾ കോഴിക്കോട്ടെ ദൃശ്യങ്ങൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും, കുന്നംകുളത്തെ ദൃശ്യങ്ങൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും, എറണാകുളത്ത് സമരങ്ങളുണ്ട്. നാളെ ഈ നൊഹ്മോന്റെ വീട്ടിലേക്ക് തന്നെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ മാർച്ചുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ഹാഷ്മി, ഞങ്ങൾ അക്രമ സംഭവങ്ങളിലേക്ക് പോകാത്തത് കാരണമാണ്, ഞങ്ങൾ ജനാധിപത്യ മാർഗം സ്വീകരിക്കുന്നതുകൊണ്ടാണ്. അത് ഞങ്ങളുടെ ഒരു ദൗർബല്യമായി നിങ്ങൾ കാണരുത്. കാരണം ഈ പോലീസുകാരെ വഴിക്കിട്ട് അടിക്കാൻ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിനെ അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഇവരെ വഴിയിൽ വെച്ച് കായികമായി നേരിടാൻ, ഡിവൈഎഫ്ഐ പോലെ നേരിടാൻ ഞങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. ഇവന്റെയൊക്കെ ഈ യൂണിഫോം അഴിച്ചു വെച്ചാൽ ഇവനൊക്കെ ഒരു സാധാരണ മനുഷ്യനാണ്, അവനെ വഴിയിലിട്ട് പട്ടിയെ പോലെ തല്ലാൻ ഞങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. പക്ഷെ ഞങ്ങളത് ചെയ്യാത്തത് ഈ നാട്ടിലെ നിയമ സംവിധാനം ബഹുമാനിക്കുന്നതുകൊണ്ടാണ്. അത് ഞങ്ങളുടെ ദൗർബല്യമല്ല. അതൊന്നും ചെയ്തുകൂടാ. നിയമം കയ്യിലെടുക്കലാണ്. അത് നല്ലതല്ല. കാര്യം അങ്ങനെ ചെയ്താൽ നിങ്ങളും ആ പോലീസുകാരും തമ്മിൽ എന്താണ് വ്യത്യാസം? ശരി, എന്താണ് ഉത്തരം? എന്ത് ചെയ്യും? ഓർത്തു നോക്കൂ, ഇപ്പോഴും ഇവർ ഉദ്യോഗസ്ഥരാണ് കേട്ടോ. ഈ പറയുന്ന ന്യൂമാൻ, SI ന്യൂമാൻ, ശശീന്ദ്രൻ, സജീവ, സന്ദീപ് എന്ന് പറയുന്ന ഈ നരാധമ കൂട്ടം, ഈ ഗുണ്ടാ സംഘം, ഈ കുറ്റവാളിക്കൂട്ടം, ഈ ക്രിമിനലുകൾ ഇപ്പോഴും സർക്കാർ സർവീസിന്റെ ഭാഗമാണ്. ഈ CCTV ഇപ്പൊ പുറത്തു വന്നതാണല്ലോ. സർക്കാർ ഇവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ ക്രൂരപീഡനം കണ്ടതാണ്. എന്നിട്ട് വെളിച്ചത്തൂട്ടി ഇരുട്ടത്തുറക്കി എന്ന് പറയില്ലേ, എന്ന് പറയുമ്പോൾ പരിഹാസ്യമായ ഒരു സ്ഥലമാനം കൊടുത്ത് ഒതുക്കി. ഇവരിപ്പോഴും സർവീസിൽ തുടരുന്നുണ്ടെങ്കിൽ അബിൻ വർക്കി പറഞ്ഞ പോലെ സമരമാർഗമായി അവരിറങ്ങിയാൽ പഴിക്കാൻ പറ്റുമോ? ജോർജ് സാറ് ആ സിനിമയ്ക്കകത്ത് അത് ഷൂട്ടിംഗ് ആയിട്ട് സിനിമയായിട്ട് ഇത്ര ക്രൂരത ജോർജ് സാറ് കാണിച്ചോ? ഇല്ല, തെറ്റാണ് പറഞ്ഞത്, വാസ്തവവിരുദ്ധമാണ്. ജോർജ് സാറ് കാണിക്കാത്ത ക്രൂരദേവന്മാർ കാണിക്കുന്നേ. അല്ല ഹാഷ്മി, ഈ കുറച്ചു കാലമായിട്ട് നമ്മൾ ചില പോലീസുകാരെ കാണുന്നത് ഈ കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ നന്മ മരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വലിയ പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന പോലീസുകാരുടെ മുഖമാണ് പൊതുജനം ഫേസ്ബുക്കിലൂടെയൊക്കെ കാണുന്നത്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ നടക്കുന്നത് അത്യന്തം നീചവും ക്രൂരവുമാണ് എന്നുള്ളതായിരുന്നു എൻ്റെ വാദഗതി. ആ വാദഗതി തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്ക് ഹാഷ്മി, ഒരു അമ്പലത്തിലെ മേൽശാന്തിയാണ്. നമുക്കൊരു അമ്പലത്തിലെ മേൽശാന്തി എന്ന് പറയുമ്പോൾ ഒരു നാട് അല്ലെങ്കിൽ ആ നാട്ടിലെ നാട്ടുകാർ അയാൾക്ക് കൊടുക്കുന്ന ഒരു വില എന്താണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതിലുപരി അയാളൊരു പൊതുപ്രവർത്തകനാണ്. അയാളൊരു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ്. ഒരു നാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാമാന്യം എല്ലാവരും അറിയുന്നതും ആ നാട്ടിലെ എല്ലാ പൊതുപ്രവർത്തനത്തിലും ഇടപെടുന്ന ഒരു യുവജന നേതാവാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പോലീസ് സ്റ്റേഷനിൽ ഇതാണ് അനുഭവം എന്നുണ്ടെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് ഹാഷ്മി? അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ ചെല്ലുക? ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് പോലീസ് പറയുന്ന ഒരു കാര്യത്തിന് തിരിച്ചു പറയാൻ സാധിക്കുക? പോലീസ് ഒരു വിഷയത്തിൽ ഇടപെട്ടപ്പോൾ അത് അന്യായമാണ് എന്നൊരു യുവജന നേതാവ് പറയുന്നതിൽ എന്താ തെറ്റുള്ളേ? ഇനി അയാൾക്കെതിരെ കേസെടുത്തോളൂ. ഇനി അയാൾ പറഞ്ഞതിൽ മോശമുണ്ടെങ്കിൽ, പോലീസിന് അധിക്ഷേപകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ കേസെടുക്കാം. പക്ഷേ ഇതെന്താ ചെയ്യുന്നത്? ഇത് ഒരു പോലീസ് വണ്ടിയിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. കാക്കിയിട്ട കൊടിസുനിമാരെ പോലെ മർദ്ദിക്കുകയാണ്. ഇവർ മർദ്ദനമേറ്റ് ആ സുജിത്ത് പോലീസ് സ്റ്റേഷൻ്റെ ആയിട്ട് കയറി വരുന്ന ദൃശ്യം കണ്ടാൽ അറിയാം, അവൻ്റെ വസ്ത്രം മുഴുവൻ അഴിച്ചു കളഞ്ഞു. മുണ്ടില്ലാതെയാണ് വരുന്നത്, മുണ്ട് ഉടുക്കുകയാണ്. അകത്ത് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും മർദ്ദിക്കുകയാണ്. എങ്ങനെയാണ് മർദ്ദിക്കുന്ന? വന്നവരും പോണവരും ഒക്കെ മർദ്ദിക്കുന്നു. അതിനുശേഷമാണ് ഈ വടി വെച്ച് കാലിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേറെ പ്രാകൃതമായ രീതിയിൽ നമ്മൾ ഈ അമേരിക്കൻ പട്ടാളമൊക്കെ ചെയ്യുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ചില ക്രൂരകൃത്യങ്ങൾ നടത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ പോലീസ് സേനയൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പായി അധപ്പതിച്ച ഒരു കാലഘട്ടമല്ലേ പോകുന്നത്? അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ പോലീസുകാരുടെ അവസ്ഥ എന്താ ഹാഷ്മി? നമ്മൾ കേട്ടുകേൾവിയുള്ള കാര്യമാണോ? മാങ്ങ മോഷ്ടിച്ച പോലീസുകാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാല മോഷ്ടിച്ച പോലീസുകാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു SI പോയി ചൂത് കളിച്ചുകൊണ്ടിരുന്ന DYSP പിടിച്ചുകൊണ്ട് വന്ന കാലഘട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ കേരളത്തിലെ പോലീസിനെ കുറിച്ച് ഇതുപോലെ മോശം പറഞ്ഞ ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ?
ഇതിനകത്ത് സുജിത്ത് തന്നെ. നിങ്ങൾ ആലോചിക്കുക, ഞങ്ങൾ സുജിത്തിന്റെ വിഷയത്തിൽ അന്ന് സമരം നടത്തി. അന്ന് സമരം നടത്തുമ്പോൾ മാധ്യമങ്ങളൊക്കെ സമരം റിപ്പോർട്ട് ചെയ്തു. പക്ഷേ സുജിത്ത് നടത്തിയ ഒരു നിയമ പോരാട്ടമുണ്ട്. ആ സുജിത്തിന്റെ കൂടെ യൂത്ത് കോൺഗ്രസും ഞങ്ങളുടെ വക്കീലന്മാർ നടത്തിയ ഒരു നിയമ പോരാട്ടമുണ്ട്. ആ നിയമ പോരാട്ടത്തിന് ഒടുവിലല്ലേ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. നിങ്ങൾ ആലോചിക്കുക എത്രമാത്രം പ്രഷർ. ഇപ്പൊ വിഘ്നേഷ് പറഞ്ഞില്ലേ, കനത്ത ഓഫറാണ് സുജിത്തിനും വന്നു, കനത്ത ഓഫറുകളാണ്. ആ ഓഫറുകൾക്കൊന്നും വിലയില്ലാതായി. കാരണം ഈ പറയുന്ന നടപടി എടുത്തു എന്ന് പറയുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ. എങ്ങനെയാ നടപടി? കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ടൗണിന്റെ അടുത്തേക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി കൊടുത്തു. അവിടെ നേരത്തെ 2 വിൻഡോയിൽ 2 പേരുടെ ഫോട്ടോ ഞാൻ ആലോചിക്കായിരുന്നു. ഒരാൾ യൂത്ത് കോൺഗ്രസ് നേതാവ്, ഒരാൾ ഡിവൈഎഫ്ഐയുടെ നേതാവാണ് കേട്ടോ. വിഘ്നേഷ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം നേതാവും ഒക്കെ ഉള്ള ആളാണ്. വിഘ്നേഷിന് പറയാൻ ഉള്ളിൽ പൊട്ടിനിപ്പുണ്ട്. അത് പറഞ്ഞാൽ ഈ സർക്കാരിന് കളങ്കമാവോ എന്ന് പറയാതെ എന്ന് വിചാരിച്ചിരിക്കുന്ന ഇടതുപക്ഷ പ്രവർത്തന വിഘ്നേഷ്. അപ്പൊ ഇവർക്ക് പാർട്ടിയൊന്നും പ്രശ്നമല്ല. ഇവർ കൊണ്ടുപോയി ഇടിക്കും. ഇവർ കള്ളക്കേസ് എടുക്കാനാണെങ്കിൽ MDMA തലയിൽ വെക്കും, കള്ള് തലയിൽ വെക്കും, കള്ള് കുടിക്കാത്ത പൂജാരിയുടെ മണ്ടയ്ക്ക് അബ്കാരി ആക്ട് അടിക്കും. ഇവരെന്തും ചെയ്യും അഭിനയ്. അല്ല, ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഞാൻ വിഘ്നേഷിന്റെ കൂടെ ഇപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഇനി പറയാം, പ്രതിപക്ഷത്തിരുന്നുകൊണ്ടാണ് ഞങ്ങൾ പാർട്ടി അവരുടെ കൂടെ നിന്ന്, വക്കീലന്മാർ കൂടെ നിന്ന് നിയമ പോരാട്ടത്തിന് സുജിത്തിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയും. ഈ വിഘ്നേഷിന് ഇനി ഈ പാർട്ടിക്കാർ ഇതിനകത്ത് ഈ പോലീസുകാരൊന്നും പാർട്ടി നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ CPM എന്ന് പറയുന്ന പാർട്ടി വിഘ്നേഷിനൊപ്പം നിൽക്കണ്ടേ? വിഘ്നേഷ് കൊല്ലംകാരനല്ലേ? ഇതാ ശ്രീ ഹസ്കർ കൊല്ലത്തെ പ്രധാനപ്പെട്ട ഒരു വക്കീലാണല്ലോ, ഇടതുപക്ഷ സഹയാത്രികനാണല്ലോ. NDA ഒരു CPM-കാരനും നിൽക്കാത്തത്? ആ ക്രിമിനൽ പോലീസുകാരന് നടപടിയെടുക്കാൻ NDA ഒരു CPM-കാരൻ നിൽക്കാത്തേ? എന്തു പറഞ്ഞാൽ ഈ ക്രിമിനൽ സംഘത്തിന് എല്ലാവിധ ഒത്താശയും ചെയ്യുന്നത് ഈ സർക്കാരാണ് ഹാഷ്മി, ഈ പാർട്ടിയാണ് ഹാഷ്മി. അതുകൊണ്ടാണ് വിഘ്നേഷ് എന്ന് പറഞ്ഞ ഇടതുപക്ഷ പ്രവർത്തകന് പോലും ഇവിടെ നീതി കിട്ടാത്തത്. ആ നീതി കിട്ടാത്തതിന്റെ ഫലമാണ് വിഘ്നേഷ് ഇവിടെ വന്ന് പറയുന്നത് ഒരു ക്രിമിനൽ SI ഉണ്ടായിരുന്നു, ക്രിമിനൽ പോലീസുകാരുണ്ടായിരുന്നു. ആ ക്രിമിനൽ പോലീസുകാർക്ക് ഒത്താശ ചെയ്യുന്നത് ഈ സർക്കാരാണ്. ഈ സർക്കാരിന്റെ കീഴിൽ ഇങ്ങനെയാണ് ഹാഷ്മി. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ആര്യനാട് ഒരു സമരത്തിന് പോയി. ആ സമരത്തിലെ വിഷയം ഇതാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ ഇവിടെ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത പഞ്ചായത്ത് മെമ്പറിന്റെ ഭർത്താവും മകളും ഒക്കെ ആത്മഹത്യക്ക് കാരണക്കാരായ വ്യക്തികളുടെ പേരുകൾ പോലീസിന് പറഞ്ഞു കൊടുത്തു. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള CPM നേതാക്കന്മാരാ. ഒരാൾക്കെതിരെ കേസില്ല, ആർക്കെതിരെയും കേസില്ല. ഇങ്ങനെ ഈ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ഭരണവിലാസ സംഘടനയായും അതിലുപരി ക്രിമിനൽ സംഘവുമായി മാറി. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? കോടി സുനിക്ക് കോടതിയിൽ വരുമ്പോൾ കള്ളു കുടിക്കാൻ സെക്യൂരിറ്റി എന്ന പോലീസുകാരല്ലേ? കിർമാണി മനോജിനും മനോജ് ഷാഫിക്കും ടച്ചിങ്സ് എടുത്തു കൊടുത്ത പോലീസുകാരല്ലേ? ഇതുപോലെ തോന്നിവാസികളായ ഒരു പോലീസ് സംഘം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഹാഷ്മി? ഇതുപോലെ അതപ്പതിച്ച ഒരു പോലീസ് സംഘം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അത് തന്നെയാണ് സുജിത്തിന്റെ വിഷയത്തിൽ നടന്നത്. ഈ 4 പേർ അല്ലെങ്കിൽ 5 പേർ ജോലിയിൽ തുടരുന്നില്ല എന്ന് ഉറപ്പുവരുത്തൽ മാത്രമല്ല, സുജിത്തിന് സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണം. അബിൻ, തീർച്ചയായിട്ടും ഹാഷ്മി, എനിക്ക് ഇതിനകത്ത് ശ്രീ ഹസ്കർ പറഞ്ഞ ചില വാദങ്ങളുണ്ടല്ലോ. ഹസ്കർ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു ദൈന്യതയാണ് തോന്നുന്നത്. കാരണം ഒരു ഇടതുപക്ഷ പ്രവർത്തകനായ വ്യക്തിക്ക് 3 കൊല്ലമായിട്ട് നീതി മേടിച്ചു കൊടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ 2 കൊല്ലം കൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായ ഒരു നിയമ പോരാട്ടം നടത്തി ഒരു ഭാഗികമായ ഒരു വിജയമെങ്കിലും ഈ കേസിൽ നടത്തുകയുണ്ടായി. അപ്പോൾ സത്യത്തിൽ ആ ഇടതുപക്ഷ പ്രവർത്തകൻ്റെ കൂടെയാണോ നിങ്ങൾ, അതെയോ നിങ്ങൾ വേട്ടക്കാരന് വേണ്ടി, ആ പോലീസുകാർക്ക് വേണ്ടിയാണോ ഇവിടെ നിലപാടെടുത്തത് എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹം തന്നെ തീരുമാനിക്കട്ടെ. ഈ വിഷയത്തിൽ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ നടപടി എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കേവലം വീട്ടിലിരുത്തുക എന്നത് മാത്രമല്ല, തക്കതായ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞങ്ങളുടെ നിയമ നടപടികളുണ്ടാവും. ഞങ്ങൾ നിയമ നടപടികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം എന്താ? ഞങ്ങൾ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്താണ് ഇവർക്കെതിരെ 323 എന്ന വകുപ്പിടാൻ ഇപ്പോൾ തീരുമാനിച്ചത്. BNSലെ 117 വകുപ്പിടാൻ തീരുമാനിച്ചത്. പക്ഷേ BNSലെ 117 കൊണ്ട് മാത്രം ഇത് തീരാൻ പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ തന്നെ അറ്റംപ്റ്റ് ടു മർഡർ വരെ ഇടാവുന്ന, BNSലെ 109 വരെ ഇടാവുന്ന കുറ്റകൃത്യമാണിത് നടത്തിയിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതും മാത്രമല്ല, ഏറ്റവും ഒടുവിലായി വന്ന ഹൈക്കോടതി വിധികളുണ്ട് ഹാഷ്മി. കാരണം അപ്പോൾ സുധ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു കേസുണ്ടായി 2006-ൽ. സുധ എന്ന് പറയുന്ന ഒരു SC വനിതയെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ഒരു അക്രമവുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്ത കേസിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു വിധിന്യായത്തെക്കുറിച്ച് ശ്രീ ജോർജ് ജോസഫ് സാർ ഇവിടെ പറഞ്ഞു. അതായത് പോലീസിന്റെ കൃത്യനിർവഹണം എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് മർദ്ദിക്കുകയല്ല
എന്ന് ശ്രീ ഹൈക്കോടതിയുടെ കൃത്യമായ വിധി പ്രസ്താവം വന്നിട്ടുണ്ട്. അതുമാത്രമല്ല CRPCയുടെ 197 ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. CRPC 197 അത് ഇതിനകത്ത് ബാധകമല്ല, ഡയറക്റ്റ് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പോകാം എന്ന് വരെ ഹൈക്കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ നിയമപരമായ പോരാട്ടം ഒരു വശത്ത് വളരെ കൃത്യമായിട്ട് നടത്തും, രാഷ്ട്രീയമായ പോരാട്ടം മറുവശത്ത് നടത്തും. അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ ശ്രീ സണ്ണി ജോസഫ്, ഞങ്ങൾ KPCC പ്രസിഡന്റ്, നാളെ തൃശ്ശൂർ സന്ദർശിച്ച് ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോവുകയാണ്. ഞങ്ങൾ വിവിധ തലങ്ങളിൽ, ഇപ്പോൾ ആഷ്മി ആദ്യം പറഞ്ഞതുപോലെ, ഞങ്ങൾ അക്രമ സമരത്തിലേക്ക് പോകുന്നില്ല. അക്രമ സമരം നടത്തണമെങ്കിൽ ഇന്ന് തന്നെ വിയൂർ പോലീസ് സ്റ്റേഷനിൽ ഈ SI ജോലി ചെയ്യുന്നിടത്ത് പോയി അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള സംവിധാനമില്ലാത്ത പാർട്ടിയോ പ്രസ്ഥാനമോ അല്ല ഞങ്ങളുടേത്. പക്ഷേ ഞങ്ങൾ അക്രമ സമരത്തിലേക്ക് പോകാനല്ല ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കൊല്ലമെടുത്ത് അബിൻവർക്കി നിങ്ങളുടെ നേതാവാണ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് അല്ലേ? ഈ ദൃശ്യങ്ങൾ അല്ലല്ല അബിൻവർക്കി, ഇത് നിങ്ങളുടെ നേതാവാണ്, യൂത്ത് കോൺഗ്രസ് നേതാവാണ്. ഇത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന് ബാക്കി കേരള സമൂഹത്തിന് മൊത്തം പൊള്ളുന്ന കൂട്ടത്തിലാണ് നിങ്ങൾക്കും പൊള്ളൽ. നിങ്ങൾ നേരത്തെ അറിഞ്ഞവരായി മർദ്ദനം, നിങ്ങളിത് നേരത്തെ അറിഞ്ഞവരാണ് ഈ മർദ്ദനം. നിങ്ങൾ നേരത്തെ ചെയ്യേണ്ട സമരമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആഷ്മി, ഈ സമരം ഇതിനു മുമ്പും കുന്നംകുളത്ത് നടന്നു കഴിഞ്ഞതാണ്, തൃശ്ശൂർ ജില്ലയിൽ നടന്നു കഴിഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾ കൃത്യമായി ഇതിന്റെ നിയമ പോരാട്ട വഴികളിൽ ഉണ്ടായിരുന്നു. ആ നിയമ പോരാട്ട വഴികളിൽ ഇപ്പോൾ ഹാഷ്മി അന്വേഷിച്ചാൽ അറിയാം, പാർട്ടിയുടെ കൃത്യമായ ഒരു ഇടപെടൽ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് അവിടുത്തെ വക്കീലന്മാരുമായി ബന്ധപ്പെട്ട്, ഞങ്ങളുടെ അവിടുത്തെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഈ വിഷയത്തിൽ നിയമപരമായ ഒരു പോരാട്ടം നടത്തിയത് എന്തിനാണെന്ന് അറിയോ ഹാഷ്മി? ഇത് നാളുകളിൽ ആവർത്തിക്കപ്പെടരുത്. ഈ CCTV ദൃശ്യം ഹാഷ്മി പറ, ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ, കേരളീയ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു CCTV ദൃശ്യം, ആക്രമിക്കുന്ന CCTV ദൃശ്യം പുറത്തുവിടാൻ ഇവിടെ നിയമപരമായി നടപടി ഉണ്ടായത്? അത് നിയമ പോരാട്ടത്തിന്റെ വിജയമാണ്. ഈ നിയമ പോരാട്ടത്തിലൂടെയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷന്റെ അകത്തെ കാഴ്ചകൾ ഈ പൊതുജനത്തെ ഞങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചത്. ഈ പോരാട്ടം വീണ്ടും തുടരും ഹാഷ്മി. അത് നിയമപരമായിട്ടും ഉണ്ടാവും, രാഷ്ട്രീയപരമായിട്ടും ഉണ്ടാവും, സമരവും ഉണ്ടാവും, ഞങ്ങൾ കോടതി മുറികളിലുള്ള നിയമ പോരാട്ടം ഉണ്ടാവും. ആ പോരാട്ടത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഈ വിഷയം കേരളത്തിൽ ഒന്നാകെ ചർച്ച. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഹാഷ്മി, ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് സുജിത്ത് 2 കൊല്ലം നിയമ പോരാട്ടം നടത്തി. സുജിത്ത് അല്ലാത്ത ഒരു സാധാരണക്കാരനാണെങ്കിൽ കിട്ടിയ അടി മേടിച്ച് വീട്ടിൽ പോയിരിക്കല്ലേ ഉള്ളൂ. ഒന്നുകിൽ വീട്ടിൽ പോയിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ താങ്ങാതെ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യും. പേടിയാവും അബിൻവർക്കി, ഒന്നുകിൽ വീട്ടിൽ പോയി പേടിച്ച് വിഷാദ രോഗിയായിരിക്കും, ഇല്ലെങ്കിൽ നേരിട്ട് അപമാനത്തിൽ താങ്ങാതെ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യും. അതാ ഉണ്ടാവുക. ഞാൻ അത് തന്നെയാണ് ആഷ്മി പറഞ്ഞേ. ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ഒരു ഗ്രാമത്തിലെ ഒരു അമ്പലത്തിലെ മേൽശാന്തി എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നാട്ടിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിലുപരി അയാൾ ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. ഏത് യുവജന സംഘടനയുടെ പ്രാദേശിക നേതാവ് ആയിക്കൊള്ളട്ടെ, DYFIയുടെ ആയിക്കോട്ടെ, യൂത്ത് കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, ആ നാട്ടിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു നേതാവാണ്. അയാളെയാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇങ്ങനെ ആക്രമിച്ചത്. അയാളുടെ തുടർന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇത് പുറത്തു വന്നത്. ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ അവനെ ആ പോലീസ് സ്റ്റേഷൻ സ്വീകരിക്കുന്നത് എന്താ? അവന്റെ മുമ്പിൽ ഈ പോലീസ് ഏതൊക്കെ നടപടികളായിട്ട് വരും? അവനെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അവൻ പേടിക്കില്ലേ? അവന്റെ വീട്ടുകാരെ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ അവൻ പേടിക്കില്ലേ? അവന്റെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവനൊരു ജോലിക്ക് കയറാൻ പറ്റുമോ? ഈ പോലീസ് ഇങ്ങനെയാണ് ഹാഷ്മി. ഇതുപോലെ ക്രിമിനൽ സംഘങ്ങളാണ് കേരളത്തിലെ പോലീസിനെ നയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാല മുതൽ മാങ്ങ വരെ മോഷ്ടിക്കുന്ന പോലീസായി കേരളത്തിലെ പോലീസ് അധപ്പതിച്ചത്. അതുകൊണ്ട് ഒരു സംശയം വേണ്ട. ഇതൊക്കെ കേട്ടിരിക്കുന്ന എന്റെ സംശയം ഇതാണ്, ഇതൊക്കെ കേട്ടിരിക്കുന്ന കേരളത്തിലെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, സത്യത്തിൽ അദ്ദേഹം ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ലേ? അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാമോ? ഇങ്ങനെ അദ്ദേഹം ഭരിക്കുന്ന വകുപ്പിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ 2 കൊല്ലമായി. ശരി ഹാഷ്മി, ഇപ്പോ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ സുജിത്തിന് ഇത് നേരിട്ട് അറിയാം, ബാക്കി അറിയാവുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതല്ലേ? ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് അറിയാമെങ്കിൽ ആഭ്യന്തര വകുപ്പിന് ഇത് അറിയാലോ? എല്ലാവർക്കും നടപടി ഉണ്ടായി. ഇനി ആർക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ അന്ന് സർക്കാരിനൊപ്പം PV പറഞ്ഞ എന്താ? PV പറഞ്ഞ ഇതേ കാര്യം തന്നെയല്ലേ പറഞ്ഞത്. പാർട്ടിക്കാർക്ക് പോലും സ്റ്റേഷനിൽ കയറാൻ പറ്റുന്നില്ല, ഇടിക്കുകയാണ് ഇവന്മാർ, ഇങ്ങനെയാണല്ലോ PV പറഞ്ഞത്. അപ്പൊ അൻവറിനെ പട്ടിയെ പേപ്പട്ടി അടിച്ചു കൊന്നു, അതല്ലേ ഉണ്ടായേ? എനിക്ക് അസ്കറിനോട് പറയാനുള്ളത്, ശ്രീ ഹസ്കർ, ഈ നിയമപരമായിട്ടുള്ള പോരാട്ടം എങ്ങനെ നടത്തണം എന്നുള്ളത് നിങ്ങളുടെ ഔദാര്യത്തിലൊന്നും അല്ലല്ലോ ഞങ്ങൾ നടത്തുന്നത്.
ഞങ്ങൾ നടത്തിയ നിയമ പോരാട്ടമാണ് ഇപ്പോൾ ഇത്രയെങ്കിലും എത്തിച്ചത്. അതുമാത്രമല്ല, ഞങ്ങൾ നടത്തിയ നിയമ പോരാട്ടത്തിലൂടെയാണ് അവർക്കെതിരെ ഒരു കേസ് ചാർജ് ചെയ്തത്. ഇനി കേസ് വിചാരണാ ഘട്ടത്തിലാണ്. ആ വിചാരണാ ഘട്ടം കഴിഞ്ഞ് ഇവരെ പ്രതികളാക്കുമ്പോൾ ഞങ്ങൾ ഡാമേജ് സ്യൂട്ട് ഫയൽ ചെയ്യും. ആ ഡാമേജ് സ്യൂട്ട് ഫയൽ ചെയ്ത് ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം മേടിക്കും. ഇതൊക്കെ ഞങ്ങൾ മേടിച്ചോളാം. പിന്നെ വിവരാവകാശ രേഖയുടെ എന്തോ കാര്യം പറഞ്ഞു, അത് കൊണ്ടുവന്ന് ഞങ്ങളാണല്ലോ. പിന്നെ അതിൻ്റെ പ്രത്യേകിച്ച് ആനുകൂല്യമൊന്നും ഞങ്ങൾക്ക് കിട്ടണ്ട. ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ, ഈ വിവരാവകാശ നിയമവും ഈ പറയുന്ന എല്ലാ നിയമപരിരക്ഷയും നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ. ആ വിഘ്നേഷ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐക്കാരന്, താങ്കളുടെ ജില്ലയിൽ നിന്നുള്ള ഡിവൈഎഫ്ഐക്കാരന് എന്തേ സാർ ഇതുവരെ ഒരു നീതി ലഭിക്കാത്തത്? 3 കൊല്ലമായല്ലോ. 2 കൊല്ലമായി ഞങ്ങൾ സുജിത്തിന് ഇത്രയെങ്കിലും നിയമ പോരാട്ടത്തിലൂടെ നീതി ലഭിച്ചു. എന്തേ സാർ ആ സുജിത്ത് എന്ന് പറഞ്ഞ ആ വിഘ്നേഷ് എന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐക്കാരന് ഒരു തരി പോലും നീതി ലഭിച്ചല്ലോ. അയാൾ ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞത് ക്രിമിനൽ സംഘമാണ് SI, അയാൾ ഇപ്പോഴും സർവീസിൽ ഇരിക്കുകയാണെന്നല്ലേ. പിന്നെ ആരോടാണ് ശ്രീ അസ്കർ ഇതൊക്കെ പറയുന്നത്? പിന്നെ ഇവരിപ്പോൾ പുറത്തു വരട്ടെ, അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നൊക്കെ. ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റൽ നടപടിയെടുക്കാൻ, ഇവരെ പുറത്താക്കാൻ, സസ്പെൻഡ് ചെയ്യാൻ ഈ സർക്കാരിന് എത്ര നിമിഷം വേണം? അതിന് എന്ത് നിയമ പ്രശ്നമാണുള്ളത്? നമ്മുടെ അവസാന മിനിറ്റുകളാണ്, നമ്മുടെ ചർച്ചയുടെ അവസാന മിനിറ്റുകളാണ്.